സംസ്ഥാനത്ത് പുതിയ തിരിച്ചറിയൽ രേഖ കൊണ്ടുവരുമെന്ന് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. ഇപ്പോഴുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡ് തയ്യാറാക്കി വിതരണം ചെയ്യും. ഇതിനായി കരട് തയ്യാറാക്കാൻ ഉൾപ്പെടെ തീരുമാനമായി എന്നാണ് കേൾക്കുന്നത്. പൌരത്വം ഉൾപ്പെടെയുള്ള ആശങ്കകൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ അത് എങ്ങനെ സാധ്യമാകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒപ്പം നിരവധി അവ്യക്തതകളും നിലനിൽക്കുന്നുണ്ട്. വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം. ഒരാൾ താൻ ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്നയാളാണെന്നോ സ്ഥിരതാമസക്കാരനാണെന്നോ ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാകണം. ഒരാളും പുറന്തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്. അതിനായി ആധികാരികവും നിയമ പിൻബലമുള്ളതുമായ രേഖ ആ വ്യക്തിയുടെ കൈവശമുണ്ടാകണം. അത്തരമൊരു രേഖ കേരളത്തിൽ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ നൽകി വരുന്നുണ്ട്. അതിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനാണ് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഇതുപയോഗിക്കാനാവും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോടു കൂടിയ ആധികാരിക രേഖയായി ഈ കാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം എല്ലാ കാലത്തും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. നമുക്കത് വിശദമായി തന്നെ പരിശോധിക്കാം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് നേറ്റിവിറ്റി കാർഡിലേക്ക് മാറുന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ജനിച്ചതും അതുപോലെ തന്നെ സ്ഥിരമായി താമസിക്കുന്നതും കേരളത്തിലാണ് എന്ന് വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന നിലവിൽ നൽകി വരുന്ന ഒരു രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നമുക്കത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തിനാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ ജന്മം കൊണ്ട് കേരളീയനാണ് എന്ന് തെളിയിക്കാനുള്ള രേഖയാണ് ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ചില വ്യവസ്ഥകളുണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ വ്യവസ്ഥകളാണുള്ളത്. അതായത് ഈ നേറ്റിവിറ്റി ആനുകൂല്യം സംബന്ധിച്ച് ഓരോ സംസ്ഥാനങ്ങളിലെയും വ്യവസ്ഥകൾക്ക് പൊതു സ്വഭാവം ഇല്ല എന്നർത്ഥം. നമുക്ക് കേരളത്തിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ജനന സർട്ടിഫിക്കറ്റിന് പകരം, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്കായി നമ്മളത് ചോദിച്ചു മേടിക്കാറൊക്കെയുണ്ട്. ഈ ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലാത്ത ആളുകൾക്ക് മാത്രമാണ് സാധാരണഗതിയിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാറുള്ളത്. എന്നുവെച്ച് കേരളത്തിൽ ജനിച്ച ആളുകൾക്ക് മാത്രമല്ല നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ചില നിബന്ധനകൾക്ക് വിധേയമായി അങ്ങനെയല്ലാത്തവർക്കും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ട്. അത് ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. മാതാപിതാക്കൾ കേരളത്തിൽ ജനിച്ച് വളർന്നവരാണെങ്കിൽ, അതായത് ഞാൻ ജനിച്ചത് കേരളത്തിന് പുറത്താണെങ്കിലും എനിക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ കഴിയും. എന്റെ മാതാപിതാക്കൾ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ എനിക്ക് അതിന് അപേക്ഷിക്കാം. എനിക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്യാം. രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ ഒരാൾ കേരളത്തിൽ ജനിച്ചു വളർന്ന ആളാണെങ്കിൽ, അതായത് എന്റെ മാതാപിതാക്കളിൽ ഒരാൾ കേരളത്തിൽ ജനിച്ചു വളർന്നയാളും മറ്റേയാൾ മറ്റൊരു സംസ്ഥാനത്ത് ജനിച്ചു വളർന്നയാളുമാണെങ്കിൽ വിവാഹശേഷം ഇരുവരും കേരളത്തിൽ സ്ഥിരതാമസമാക്കുകയാണെങ്കിൽ എനിക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് അത് കൈപ്പറ്റാൻ സാധിക്കും. മാത്രമല്ല ഈ കേരളത്തിന് പുറത്തു നിന്നുള്ളവരുടെ മക്കൾ കേരളത്തിൽ ജീവിക്കുന്നവരും അതുപോലെ തന്നെ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുമാണെങ്കിൽ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് കുറച്ച് വർഷം മുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഈ നേറ്റിവിറ്റി കാർഡിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുകയുണ്ടായി. ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം നേറ്റിവിറ്റി കാർഡ്, ഫോട്ടോയുള്ള നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ നേറ്റിവിറ്റി കാർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഈ പൌരത്വ നിയമം കൊണ്ട് എന്താണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. നമുക്കറിയാം പൗരത്വ നിയമത്തിനെതിരെ രാജ്യമാകെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അലയൊലികൾ കേരളത്തിലും നമ്മൾ കണ്ടതാണ്. പൗരത്വ നിയമത്തിനെതിരെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ പ്രതിരോധം എന്ന ലക്ഷ്യം കൂടി ഈ പുതിയ നീക്കത്തിന് പിന്നിലുണ്ട്. കാർഡ് വരുന്നതോടെ പൗരത്വം സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ SIRന്റെ കരട് പട്ടികയൊക്കെ പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ, നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകൾ ഇപ്പോഴും ആ പട്ടികയ്ക്ക് പുറത്താണ്. എന്ത് തന്നെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മൾ ഇവിടെയുള്ള ആളുകളാണ്, നമ്മളിവിടെ
ജനിച്ചു വളർന്ന ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പുറത്തു പോകുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ഇത് പരിഹാരമാകും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് എങ്ങനെ എന്ന് ഉള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിൽ തന്നെയാണ് പലതരത്തിലുള്ള അവ്യക്തതകളും നിലനിൽക്കുന്നത്. ആ കാര്യത്തിൽ തന്നെയാണ് നമുക്ക് ഉത്തരങ്ങൾ കൃത്യമായി അറിയേണ്ടതും. സർക്കാർ സേവനങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി ഈ നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി ഈ നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഇത് തീരുമാനമാവുകയാണെങ്കിൽ ഇതിന്റെ ഒരു വിതരണ ചുമതല ആർക്കായിരിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ തഹസിൽദാർമാർക്കാണ്. അതായത് കാർഡിന് നിയമസാധുത ലഭിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം നിലവിൽ നമുക്ക് ഒരു ദേശീയ തിരിച്ചറിയൽ കാർഡൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രം ഇതിന് അനുവദിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഏറ്റവും പ്രധാനമായി നിൽക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അവസാനമായി വരാം. ഈ നിയമസാധുത നൽകുന്നതിനായി ഈ നിയമത്തിന്റെ കരട് നിയമവകുപ്പുമായി കൂടിയാലോചിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ശേഷം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. ഏറ്റവും ഒടുവിൽ തഹസിൽദാർമാർക്കായിരിക്കും ഈ കാർഡിന്റെ വിതരണ ചുമതല ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ തുടക്കം തൊട്ട് പറയുന്നത് പോലെ ആശങ്കകളും അവ്യക്തതകളും തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതിൽ അവ്യക്തതകളും നിരവധിയാണ്. അംഗീകൃത പൗരത്വ രേഖയായി അംഗീകരിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തെല്ലാം കാര്യത്തിന് ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം. അതായത് നേറ്റിവിറ്റി കാർഡ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിന് ഒരു ഉത്തരം അത് തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങൾക്ക്, എന്തൊക്കെ അത്യാവശ്യങ്ങൾക്ക് ഈ നേറ്റിവിറ്റി കാർഡ് ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത് പൗരത്വം തെളിയിക്കാൻ ഇത് ഉപയോഗിക്കാമോ എന്നുള്ളതാണ്. പൗരത്വ നിയമത്തിൽ ആധാർ നമ്പർ പൗരത്വത്തിന്റെ തെളിവായി അംഗീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഈ SIRന്റെ നിയമ നടപടികളൊക്കെ വന്നപ്പോഴും ആധാർ കാർഡ് എന്ന് പറയുന്നത് പുറത്ത് തന്നെയായിരുന്നു. പിന്നീട് നിയമ നടപടികളൊക്കെ മുന്നോട്ട് പോയപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ആധാർ കാർഡ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അത് പക്ഷേ തിരിച്ചറിയൽ രേഖയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പൗരത്വ രേഖയായി അല്ലെങ്കിൽ പൗരത്വം തെളിയിക്കാൻ ഈ നേറ്റിവിറ്റി കാർഡ്, കേരളം പുതുതായി കൊണ്ടുവരുന്ന നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനിയിപ്പോൾ ഇത് ബാധകമാകുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ നിലവിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ കേരളത്തിലുള്ള വ്യവസ്ഥകൾ തന്നെയാണോ ഈ കാർഡിനും ബാധകമാവുക എന്നതിൽ ഒരു വ്യക്തതയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഏതൊക്കെ ഘട്ടങ്ങളിൽ കിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ വ്യവസ്ഥയാണ് അതിന് പിന്നിലുള്ളത് എന്ന് നമ്മൾ നേരത്തെ പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ അത് തന്നെയാണോ ഈ നേറ്റിവിറ്റി കാർഡിനും ഉള്ള വ്യവസ്ഥ എന്നുള്ള കാര്യം ഇതുവരെ സംസ്ഥാനം വ്യക്തമാക്കിയിട്ടില്ല. പൗരത്വ നിയമത്തിൽ ദേശീയ തിരിച്ചറിയൽ കാർഡിന് പ്രത്യേക വ്യവസ്ഥയുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കാർഡൊക്കെ. അപ്പോൾ നേറ്റിവിറ്റി കാർഡിന് പ്രത്യേകം വ്യവസ്ഥകൾ ഉണ്ടാകുമോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. നേറ്റിവിറ്റി കാർഡിന്റെ സാധുത ലഭിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്താണ് ഈ കേന്ദ്രം ഇതിന് അനുമതി നൽകുമോ എന്നുള്ളത്. കേരളത്തിന്റെ നേറ്റിവിറ്റി കാർഡിന് കേന്ദ്ര സാധുത ലഭിക്കുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ തിരിച്ചറിയൽ കാർഡ് എന്നൊന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ തിരിച്ചറിയൽ രേഖ നമുക്കറിയാവുന്നതാണ്. എല്ലാവർക്കും 18 വയസ്സ് തികഞ്ഞ എല്ലാവരും മിക്കവരും നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകുമല്ലോ, നമ്മളൊക്കെ ആക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ദേശീയ തിരിച്ചറിയൽ കാർഡ് കേന്ദ്രത്തിലെ പൗരത്വ നിയമത്തിലുള്ളപ്പോൾ അതിന് പകരമായി കേരളത്തിലെ നേറ്റിവിറ്റി കാർഡിന് കേന്ദ്രം അനുമതി നൽകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ നേരത്തെ വിദഗ്ധരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊരു നീക്കവുമായി, ഇങ്ങനെയൊരു തീരുമാനവുമായി കേരളം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഇങ്ങനെയൊരു കാർഡ് നമ്മളിങ്ങനെ തിരിച്ചറിയൽ കാർഡ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന സ്ഥിതിക്ക് അതിന് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കാൻ ഉള്ള സാധുത അത് എത്രത്തോളമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ എങ്ങനെ പുറത്താക്കാം എന്നുള്ള ഒരു നീക്കത്തിലാണ് കേന്ദ്രം ഉൾപ്പെടെ നിൽക്കുന്നത്. അത് SIRന്റെ കരട് പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ മിക്ക സംസ്ഥാനങ്ങളിലും നമ്മൾ കാണുന്നതുമാണ്. കേരളത്തിൽ തന്നെ 24 ലക്ഷത്തോളം ആളുകൾ പുറത്തായിട്ടുണ്ട്. അപ്പോൾ ഈ പൗരത്വ നിയമം എന്നുള്ള കാര്യത്തിൽ പിടിച്ച് എന്തിന് കേന്ദ്രം മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടി എങ്ങനെ ഇത് സാധ്യമാകും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് സംസ്ഥാനം ഇത് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചത് മൊത്തം സാധ്യതകൾ മാത്രമാണ്. സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊന്നും തന്നെ സംസ്ഥാനം അറിയിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് കൃത്യമായി തന്നെ അറിയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ കൃത്യമായൊരു വിശദീകരണം ലഭിക്കുമ്പോൾ നമുക്ക് കൃത്യമായ മറുപടിയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.